കാട്ടില് പോവാ. കാട്ടിലോ? നിങ്ങൾ എന്നോ ഞാൻ പറഞ്ഞില്ലേ കാട്ടിലേക്ക് കൊണ്ടുപോവാന്ന്? അത് ഞാനൊരു തമാശക്ക് പറഞ്ഞ, അല്ലാതെ അന്നെ കാട്ട് കൊണ്ടുപോകുന്നൊന്നേ ഞാൻ കാര്യമായിട്ട് പറഞ്ഞല്ല. കാട്ടിലേക്ക് പോവാ നല്ല പൂതി. അല്ല അനക്കിപ്പ എന്താ കാട്ടു പോകാനൊരു പൂതി? കാട്ടിലെ പഴങ്ങളും മൃഗങ്ങളും മാന്യ കടുവയെല്ലാം കാണാൻ നല്ല പൂതിണ്ട്. ഈ ഒക്കെ പറഞ്ഞേ ശരി, പക്ഷെ ആ ലാസ്റ്റ് പറഞ്ഞില്ലേ കടുവ, അത് കുറച്ച് കൂടിപ്പോയി. അതെങ്ങനെ? അതെന്താണ് അങ്ങ് കാട്ടു പോകുമ്പോ മനസ്സിലാവും. കടുവ നമ്മളെടുത്ത് വന്നാലേ അത് നമ്മളെ തിന്ന് അതിന്റെ പാട്ടിന് പോകും. ശരിയായി, ഞാൻ ആലോചിച്ചില്ല. ഏകദേശം കാടിന്റെ ഉള്ളിലെത്തി നമ്മള്. ഇത് കമ്പല്ല, ഇതാണ് അമ്പ്. ആ അമ്പ് ഈ കടുവ പുലിയൊക്കെ നമ്മളെ അടുത്തേക്ക് വരികയാണെങ്കിലേ ഇതിനോടില്ലേ ഒരു ഒറ്റ അമ്പ് ഇങ്ങനെ ഇതല്ലേ കടുവയും പുലിയൊക്കെ ഒറ്റ ഓട്ടം ഓടും. എന്തൊരു കാട്. കുറെ നേരമായാലോ കാക്കയെ നടക്കണം, എന്താ മൃഗങ്ങളെയും കാണില്ലല്ലോ. ഇപ്പൊ ഞാൻ കാണിച്ചരാം. അങ്ങോട്ട് നോക്ക്. ഞാൻ പറഞ്ഞില്ല ഇപ്പൊ കാണിച്ചരാ. മാനെ തൊടാൻ പൂതിയാണ്. മാന തൊടാനോ? അതിന്റെ അടുത്തേക്ക് വന്നാലേ അതിന്റെ അമ്മയും അച്ഛനും അടുത്തുള്ളേ അതില്ലേ എന്നെ കുത്തു. അങ്ങോട്ട് പോരി. മിലോ ഓടുവാ. ഈ അല്ലേ പറഞ്ഞെങ്കിൽ ജിറാഫിനെ കാണണമെന്ന്. അങ്ങോട്ട് നോക്ക്. ജിറാഫ് തന്നല്ലേ നീളമുള്ള ജീവിയാ, അതുകൊണ്ടാണ് അതിന് അത്ര നീളം. ഇതാരാ? ഞാനാണ് ഈ കാട്ടിലെ മുതുമുത്തപ്പൻ. അല്ല മുതുമുത്തപ്പ, നിങ്ങൾ എന്തിനാ ഞങ്ങളെ പേടിപ്പിക്കുന്നത്? ഞാൻ നിങ്ങളോട് ഒരു പ്രത്യേക കാര്യം പറയാൻ വന്നതാണ്. നിങ്ങൾ ആ കാണുന്ന ഗുഹ കാണുന്നുണ്ടോ? കണ്ട് കണ്ട് നിങ്ങൾ ആ ഗുഹയിലേക്ക് ഒരിക്കലും പോകരുത്. ആ ഗുഹയിൽ വളരെ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. നിലു, എനിക്ക് തോന്നി ഈ മുതുമുത്തപ്പനെ നമ്മളെ പറ്റിക്കാണ്. നമുക്ക് പോയി നോക്കാം. കുട്ടികളെ നിങ്ങൾ പോകരുത്. ആ മുത്തപ്പൻ പറഞ്ഞു കേട്ടാ ഇപ്പൊ മുള്ളൊക്കെ കുത്തി കൈയൊക്കെ മുറിഞ്ഞ്. എന്ത് മനോഹരമായ കാട്. കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ല ഇവിടെ പഴങ്ങളൊക്കെ ഉണ്ടാവുന്നേ. എന്നാ പോരെ. കുടുങ്ങിയല്ലോ. എനിക്ക് മരം കയറാ അറിയോ? എന്നാലേ കണ്ടമായി ഓടിക്കോ. രക്ഷപ്പെട്ട്. അത് പിന്നെ ഇതിനോട് ഒരു പുലിനെ പോയിട്ട് പൂച്ചനെ പോലും അമ്പയാനാവൂല. കുട്ടികളെ നിങ്ങൾ എവിടെ ഞങ്ങളെ നോക്കിക്കേരി. മീൻ പിടിക്കാൻ നല്ല ഇഷ്ടാ? അങ്ങനെയാണെങ്കിലേ നമ്മക്ക് എല്ലാരും കൂടി മീൻ പിടിക്കാൻ പോവാം. എന്നാ വേഗന്റെ കൂടെ വരി. ഇരുട്ടാണെങ്കിൽ മുമ്പ് പോയാലേ മീനെ കിട്ടും, മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് മീൻ പിടിക്കാൻ പോകുമ്പോ ഒരു കൂട്ടുകാരനെ കൂടി നമുക്ക് കിട്ടിട്ടോ. ഓന്റെ വീട് ഇവിടെ അടുത്താന്ന് പറഞ്ഞു. എന്റെ പേരെന്താ? അർഷ്. എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയല്ലേ? എനിക്ക് മീൻ പിടിക്കാനൊക്കെ അറിയോ? ഓന് മീൻ പിടിക്കാനൊക്കെ അറിയുമെന്നാണ് പറഞ്ഞത്. എന്റെ പേരെന്തേനി? നമ്മളെ വീഡിയോയിൽ ഉണ്ടാവുന്ന ആളാട്ടോ. മഴ ഇങ്ങനെ പെയ്യുണ്ട്, അതിന്റെ മുമ്പേ നമുക്ക് മീൻ പിടിക്കണം. അപ്പൊ പിടിച്ചാലോ? ഓ കിട്ടി 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 മോനെ കിട്ടിയതാ. നമുക്ക് ഫസ്റ്റത്തെ മീനെ കിട്ടി. അതാ തീറ്റ കിട്ടോ എടുക്കണ്ട്. അവിടെതാ എന്നാ. അപ്പൊ നമ്മളിതാ അടുത്ത മീനെ പിടിക്കാണ്. ഓ കിട്ടി മോനെ കിട്ടി കിട്ടി. പിന്നെ നമുക്ക് ചാകരേട്ടതാ ഇട്ടിയില്ല, അതിന്റെ മോനെ കിട്ടിയേ. പിന്നല്ലേ ഈ ചൂണ്ടലൊക്കെ നമ്മൾ എടുക്കുമ്പോ നല്ലോണം ശ്രദ്ധിക്കാൻ കേട്ടോ. മെല്ലെ കിട്ടിക്കണ്ടില്ലേ? ഇത്ര പണിയല്ലോ. എന്നാ പിടിച്ചോ. നമുക്കിതാ 2 മീനെ കിട്ടി. നമ്മളിതാ 3ാമത്തെ മീനെ പിടിക്കാൻ പോട്ടോ. അടുത്തതാ വെറൈറ്റി മീനാട്ടോ നമുക്ക് കിട്ടിയേ. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പന്നെ ഒരു കൊത്തു കുത്തി. അപ്പൊ നമ്മളിതാ 4ാമത്തെ മീനെ പിടിക്കാൻ പോവാട്ടോ. ഓ കിട്ടി 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 കിട്ടി. അപ്പൊ ഈ മീനെ നമ്മളിതാ ഇതിലേക്ക് ഇട്ടോ. 4 കിട്ടി. അപ്പൊ ഗായ്സ് ഞങ്ങൾക്ക് ഇതാ ചൂണ്ടലിട്ട് കിട്ടിയ മീൻ ഇതാ കുറച്ച് നേരത്തിൽ 4-5 മീനെ കിട്ടി. പിന്നെ അങ്ങ് നേരല്ല, മഴ പെയ്യുന്നുണ്ട്. അപ്പൊ അധികം ഇവിടെ നിൽക്കാൻ പറ്റൂല, ഇവിടെ പോയൊക്കെ കലങ്ങി തെളിഞ്ഞാണ്. അപ്പൊ നമുക്ക് ഈ മീനെ കൊണ്ട് നമ്മള് വീട്ടിലേക്ക് പോവാട്ടോ. നമ്മള് മീനെയും കൊണ്ട് ഇതാ വീട്ടിലേക്ക് തന്നെ പോവാട്ടോ. തിരിച്ചെല്ലാരും ഉണ്ട്. എന്താ കുട്ടികളെ? തോട്ടിലേ തോട്ടിൽ കൊണ്ടുപോകണമെങ്കിലേ നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞങ്ങളെ കുറച്ച് പൊക്കി പറയണം. എന്നാ പറഞ്ഞോടി പറഞ്ഞോടി. മടിയനോ? അല്ല, കാക്ക അടിപൊളിയാണ്. അങ്ങനെ പറയും. ഞാൻ പറയാ കാക്ക ശക്തിമാനാണ്. അതെല്ലാരും പറയൂ. എനിക്ക് നല്ല മസിലുണ്ട്, ശക്തി ഉണ്ട് എന്നൊക്കെ. സൂപ്പറാണ്. മതി മതി പൊക്കി. ഇനി പൊക്കിയാലേ ഞാൻ ആകാശത്ത് തട്ടു. നമുക്ക് പോയാലോ? എന്നാ 2 ആൾ വേഗം പോരി, നമുക്ക് തോട്ടിൽ പോവാം.
രണ്ടാളും കൊടയൊക്കെ ആയിട്ട് എങ്ങോട്ടാ പോണ്? മഴ വരൂലേ അപ്പം എന്താക്കും? മഴയൊന്നും പെയ്യൂല കുട്ടികളെ, ഇപ്പഴാ വെയിലല്ലേ ഉള്ളത്. അത് നമ്മൾ നോക്കാട്ടോ. മഴ പെയ്യാണെങ്കില് നിങ്ങളെ കൊട എനിക്ക് വേണ്ട. ഉറപ്പാണല്ലോ കാക്കേ? വേണ്ടല്ലോ. ആ ഉറപ്പാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞ അത് പറഞ്ഞതാ. ആശ വേണ്ട പറഞ്ഞ നമുക്ക് പോവാം. അച്ഛൻ അങ്ങോട്ട് നോക്ക്, അവിടെ ഒരു മീന്. ഞാൻ കണ്ടി. മഴ പെയ്തല്ലോ. ആ മഴ പെയ്തില്ലേ? ഞാനും എന്നാ കൊടന്റെ ഉള്ളിൽ വന്നാലോ? പറഞ്ഞ കൊട വേണ്ടാന്ന്. അതെ, അപ്പോഴത്തെ ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞേനി. കാക്ക ഉറുപ്പ് വരുന്നതാ, അതിനോട് തരൂല. മഴ കൊണ്ടിപ്പോ എനിക്ക് പനി വരുമല്ലോ. കുട്ടികളെ മഴ കൊള്ളണ്ട, നാളെ പെരുന്നാളാ, പനി പിടിക്കൂ. ഞാൻ ഈ വായന്റെ അടിയിലേക്ക് നിൽക്കാം, എനിക്ക് മഴ കൊള്ളൂലല്ലോ. കണ്ടില്ലേ, ഞാൻ തീരെ നഞ്ഞില്ലല്ലോ. ഞാനീ മീൻ പിടിക്കാനുള്ള ഒരു സാധനം ഇട്ടില്ലല്ലോ. എന്താ സ്വകാര്യം പറയുന്നത്? ഞാൻ പണ്ടേ വലിയ മീൻപിട്ടക്കാരനാ, എല്ലാരും പറയും. ഞാതാ ഈ രണ്ട് കൈ കൊണ്ടില്ലേ പിടിക്കുന്ന കണ്ടോളി. അതെ കിട്ടി 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 കിട്ടി. ആ അതെന്താ അറിയ കാണാത്തെ? ഇത് കലിഞ്ഞ വെള്ളം കൊണ്ടാ. പോത്തോ? എന്റെ പേര് നീ എന്നെ പറയാച്ചു. പോത്ത് പറയൂ കുട്ടികളെ, എന്തു പറ്റി? പേടിക്കണ്ട, ഈ സ്പൈഡർമാൻ ഇവിടെയുള്ളപ്പോൾ നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല. എടാ പോത്തുകുട്ട, അവിടെ നല്ല കുട്ടിയായിരിക്കും.